അപ്പൊ ഈശോ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന തിരുശേഷിപ്പിന്റെ കാര്യം, ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടാകും വെൻറേറ്റ് ചെയ്യാനായിട്ട് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് വണങ്ങാനായിട്ട്. അപ്പം ഈശോ എന്നോട് പറഞ്ഞു, നീ കാണുക, എൻ്റെ ദൈവകരുണയുടെ ഇമേജിൻ്റെ താഴെ വെച്ചിരിക്കുന്ന സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് കാണുമ്പോൾ ദൈവകരുണയുടെ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കും. 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉടമ്പടിയാണ്. എന്താണ് ഉടമ്പടി? ദൈവം ഈശോ പറഞ്ഞ എന്നോട്, ഈശോ സെയിൻറ്റ് ഫൗസ്റ്റീനോട് ദൈവകരുണ പ്രാർത്ഥിച്ചാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് ദൈവം കൊടുക്കുമെന്നുള്ളതിൻ്റെ ആ ഉടമ്പടി ദൈവത്തെ ഓർപ്പിക്കും എന്നാണ്. പിതാവായ ദൈവത്തിന് ഇത് പറഞ്ഞിട്ടുണ്ട്. വില്ലും മേഘത്തിലുണ്ടാകും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ഏതാണ്ട് മറവി പിടിച്ച് കിടക്കുമായിരുന്നു. അല്ല, ഇത് കാണുമ്പോൾ ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റീൻ, അതായത് ആകാശത്തിന് മുകളിൽ മഴവില്ല് കാണുമ്പോൾ പിതാവായ ദൈവം നോഹയോട് അരുളി ചെയ്ത ആ ഉടമ്പടി, അതായത് ജലപ്രളയം മൂലം ഭൂമിയെ മുഴുവനായും ഒരിക്കലും ഇനി മേലാൽ നശിപ്പിക്കുക എന്നുള്ള നിയമം ഓർക്കും. അപ്പോൾ ഞാൻ അത് കാണുമ്പോൾ ഇത് ഓർത്ത് ഞാൻ നശിപ്പിക്കുകയില്ല എന്നുള്ളത് പറയുന്ന കണക്ക് എന്നോട് ഈശോ പറഞ്ഞത്, സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് കരുണയുടെ ഇമേജിൻ്റെ താഴെ വെക്കുമ്പോൾ ആ തിരുശേഷിപ്പ് ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റീനയ്ക്ക് കരുണക്കൊന്ത ചൊല്ലുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കൃപകൾ, എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ്, അതെല്ലാം എനിക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. അതെല്ലാം ഈ തിരുശേഷിപ്പ് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ കൊടുത്ത ആ എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് ഈശോയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞാൻ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് കത്തീഡ്രൽ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുള്ള കാര്യമുള്ളെന്ന് പറഞ്ഞാണ് പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് അച്ഛനെ വിളിച്ചു. എല്ലാ ദിവസവും കുട്ടിയെ കൊണ്ടുവിടാൻ അവിടെ സ്കൂളിൽ പോകണമല്ലോ. അപ്പം പള്ളിയുടെ സൈഡ് വശത്ത് കൂടെ ഉള്ള ഇതിലാണ് ഒന്ന് ഗേൾസ് സെയിൻറ്റ് കൊളംബസ് സ്കൂള് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പള്ളിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കോൺവെൻറ്റ് ഓഫ് ജീസസ് ആൻഡ് മേരി. ഞാൻ എന്നും പറയും, നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും ഇപ്പം ഈ മ്യാൻമറിലുണ്ടായ അവിടുത്തെ ആ സ്ത്രീ മരിച്ചില്ലെന്നൊക്കെ പറയുന്ന ആൻസു, അപ്പം അവരും എല്ലാം പഠിച്ചത് അവിടെയാണ്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കാര്യം വിടും. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പള്ളിമുറ്റത്ത് 1 മണിക്കൂർ ഞാൻ ഈശ്വരനെ നോക്കി ആരാധിക്കും. അതിൻ്റെ ശേഷം ഞാൻ അച്ഛൻ്റെ അരികെ ചെന്നു. അച്ഛൻ്റെ മേടെ ചെന്ന് ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യാം, അച്ഛന് കാർപ്പൻ്ററെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഇത് ഇവിടെ PO ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നാളെ ജോസ്മീന ഇന്ന സമയത്ത് വരുമ്പം കാർപ്പൻ്റർ കാണും. അങ്ങനെ അച്ഛൻ അതൊക്കെ വലിയ തീവ്രമായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അച്ഛൻ അങ്ങനെ കാർപ്പൻ്ററിനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ മെഷർമെൻ്റ് അല്ല, എനിക്കുണ്ടോ, ഞാനെന്താണ് ആശാരി പണി ചെയ്യുന്ന ആളൊന്നുമല്ല. എന്ന് പറഞ്ഞാലും ഏതാണ്ട് ദൈവം ജ്ഞാനം തന്നുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെറിയ PUവിൽ നിന്നിട്ട് വയറ് തിങ്ങി അവർ പുറകിലോട്ട് മറിഞ്ഞു നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി നിന്ന് എത്ര മണിക്കൂർ വേണേലും മുട്ടുകുത്തി ഞാൻ എൻ്റെ കൈയെടുത്ത് കർത്താവായ ഈശോൻ്റെ ഈ ദിവ്യകരുണയുടെ ഈശോയുടെ ചങ്കിൻ്റെ അവിടെ തിരുജലവും ചിരുരക്തം വരുന്നിടത്ത് കൈ അമർത്തി വെച്ചുകൊണ്ട് കുറച്ചേറെ നേരം എല്ലാ ദിവസവും രാവിലെ പോയി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ PU ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു. അന്ന് മുതൽ പ്രിയ മക്കളെ, ഞാൻ ഏത് സമയത്തായിക്കോട്ടെ, രാവിലെ ആട്ടെ വൈകുന്നേരം ആട്ടെ ഉച്ചയ്ക്കാട്ടെ, അപ്പോൾ ചിലപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കൊണാട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാഷ്ട്രപതി, പിന്നെ ഇന്ത്യ ഗേറ്റ് എല്ലാം ആ ഏരിയയിൽ തന്നെയാണ്. ഞാൻ ഡൽഹി സെൻട്രൽ 3യിലാണ് താമസിച്ചത്, ഇതെല്ലാം 1ലാണ്. അപ്പോൾ ഞാൻ അവിടെ വന്ന്, എൻ്റെ ബാങ്ക് അവിടെയാണ്. അപ്പം ഞാൻ കൊണാട്ട് പ്ലേസിൽ പോയിട്ട് ബാങ്കിലൊക്കെ പൈസ എടുത്താൽ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു കൂട്ടുകാരനോ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ പോകുമല്ലോ ഒരു വിസിറ്റിങ്ങിന്. എന്ന കണക്ക് ഞാൻ
പറയും ഈശോയെ പള്ളി കയറി ഒരു വിശുദ്ധ കഴിക്കാൻ ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഈ പിയുമ്മെ മുട്ടുകുത്തിയുന്നതുകൊണ്ട് ആൾക്കാർ ഈ തിരുശേഷിപ്പിൻ്റെ പുറത്തോട്ട് കൈയും വെച്ചോണ്ട്, തിരുശേഷിപ്പ് ഗ്ലാസ്സിനകത്താണ് ഇരിക്കുന്നത്, ഇപ്പം നിങ്ങളിവിടെ കാണുന്നുണ്ടായല്ലോ, അത് അവിടെ ആൾക്കാർ മുട്ടുത്തിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ തിരുശേഷിപ്പിൻ്റെ മുന്നേസ്ഥാണ്, അത് ആ തൊട്ടവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പൗസീനമ്മ അവിടെയുണ്ട്, ഡയറിയാണ് കയ്യിലിരിക്കുന്നത്, പിന്നെ ഈശോ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതെല്ലാം കൂടെ, അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏത് സമയത്ത് ചെന്നോട്ടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 2019 ലാസ്റ്റ് ഞാൻ അവിടെ ചെന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഉണ്ട് തിരുശേഷിപ്പ് ഞാൻ പണ്ടാക്കിയ പിയും ഒക്കെ അവർ ദൂരെ കളഞ്ഞിട്ട് ഇപ്പം എന്താണെന്നറിയാം, വലിയ ഒരു ഡെസ്കിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു നീളവും വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള ഒരു നേർച്ചപ്പെട്ടി ഒരു ഭാഗത്ത്, പിന്നെന്താണ് ഒരു ബെഞ്ചിൻ്റെ മാതിരി പുറകിലോട്ട് ചാരുണ്ട്. എന്നിട്ട് അതിനകത്ത് നേർച്ചപ്പെട്ടി ഒരു ഭാഗത്തും ഒരു സ്ലോട്ട് ഇട്ടിരിക്കുന്നു. ഒറ്റ ഫർണിച്ചറാണ് അതിൽ സ്ലോട്ട്. മറ്റേതിനകത്ത് പെറ്റീഷൻസ് എഴുതിയിടാനും അവർ പ്രൊവിഷൻസ് ഉണ്ടാക്കി. അതിനകത്തൊരു കുഞ്ഞ് ബേബിനെ കിടത്താം അതുപോലുള്ള ഉണ്ട്. കാരണം അതിന് മാത്രം അത്ഭുതങ്ങൾ അവിടെ നടന്നു. ഇതെല്ലാം നടക്കാനായിട്ട് ഈ പൊട്ടത്തിയായിട്ടുള്ള എന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതാണ്ടാ പറഞ്ഞ പുട്ടിയും പെയിൻറ്റും ഒക്കെ ഇച്ചിരി കുറച്ചടിച്ചാൽ കാണാൻ നന്നായിരുന്നു എന്ന്. എന്നെ കാണാൻ നന്നായിരുന്നെങ്കിൽ അഭിപ്രായം ഇട്ട പുള്ളി എന്നെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ പ്രതിഷ്ഠ ഇരുത്തിയിട്ട് എനിക്ക് കഞ്ഞി കറിയും തരുമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങളൊക്കെ മറ്റുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ചില ആൾക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇപ്പോൾ പൗസീനമ്മയുടെ കഥ കഴിഞ്ഞു, ഇനി എൻ്റെ കഥ പറയട്ടെ. ഈശോ എല്ലാ ദിവസവും പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ കാവൽ മാലാഖമാർ ചെന്ന് നിൽക്കും. അപ്പോൾ നമ്മളെ ആരെങ്കിലും കരയിച്ച് നമ്മൾ കരയുന്നത് കണ്ടാൽ അപ്പൊക്കെ ഈശോ ചോദിക്കും, ഈ പിതാവായ ദൈവം ചോദിക്കും, എന്തിനാ കരയുന്നത്, ഈ ജോസ്പിനെ എന്തിനാ കരയണം, അത് അവളെ ആരാണ്ട് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം ഇടപെടും മക്കളെ. നമ്മുടെ മാലാഖ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ദൈവം ചോദിക്കും, ഇത് എന്തിനാന്ന്, നീയൊക്കെ ദൈവസന്നിധി കരഞ്ഞോ, നല്ലതായിട്ട് നിലവിളിച്ചോ, നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും നിലനിന്ന് പോവില്ല. എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. ഞാൻ ഇന്നും 27ാമത്തെ കരുണയുടെ പിന്നെ കരുണയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വർഷമാണ് ഈ വർഷം എനിക്ക്. അയ്യോ ഈശോയെ, ഏതായാലും കൊള്ളാം. നിങ്ങളെ ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ.